കൊളംബിയയിലുണ്ടായ വൻ ഭൂചലനത്തിൽ മരണസംഖ്യ 100 കടന്നു. ഭൂചലനത്തിൽ 111 പേർ മരിച്ചതായും 87 പേർക്ക് പരിക്കേറ്റതായും കൊളംബിയൻ പ്രസിഡന്റ് അറിയിച്ചു. മരണസംഖ്യ ഉയർന്നതോടെ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയ അതിശക്തമായ ഭൂചലനമാണ് പടിഞ്ഞാറൻ കൊളംബിയയിൽ ഇന്നലെ ഉണ്ടായത്. വിവരങ്ങളുമായി ഹരിത ചേരുകയാണ്. ഹരിത, ഇന്നലെ രാത്രിയിലുണ്ടായ അപകടമാണ്. അതിലിപ്പോൾ മരണം 111 ആയിരിക്കുകയാണ്. ലിനിഷ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് വെനസ്വേലയിൽ കഴിഞ്ഞ ജൂണിലുണ്ടായ അത്യധികം ഭീകരമായിട്ടുള്ള ഭൂചലനത്തിന് ശേഷം ലാറ്റിൻ അമേരിക്കയെ വീണ്ടും പിടിച്ചു കുലുക്കുന്ന ഒരു ഭൂചലനമാണ് കൊളംബിയയിൽ ഉണ്ടായിരിക്കുന്നത്. പ്രാദേശിക സമയം രാവിലെ 7:04 കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ളൊരു വലിയ ഭൂചലനം ഉണ്ടായത്. ഇന്ത്യൻ സമയം ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയിട്ടായിരുന്നു വലിയ തരത്തിലുള്ള ഒരു ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 7.4 തീവ്രത രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ 111 പേർക്ക് ജീവൻ നഷ്ടമായിട്ടുണ്ട്. 1400 പേരെ കാണാനില്ല. വിവിധ കെട്ടിടാവശിഷ്ടങ്ങളിലെല്ലാം കുടുങ്ങിക്കിടക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ചെക്കോ പ്രവിശ്യയിലെ സാൽ ജോസ് ഡെൽ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ പ്രഭവ കേന്ദ്രം. ഏകദേശം 103 കിലോമീറ്റർ താഴ്ചയിൽ നിന്നാണ് പ്രഭവ കേന്ദ്രം എന്നാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനമൊക്കെ വളരെ ഊർജിതമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാം എന്നുള്ളൊരു ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയും കൂടെ ഇതിനൊപ്പം വരുന്നുണ്ട്. കഴിഞ്ഞ പതിറ്റാണ്ടിനിടെയുണ്ടായ ഏറ്റവും വലിയ ഭൂചലനം എന്നാണ് ദേശീയ അതോറിറ്റികളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ അമേരിക്ക ഉൾപ്പെടെ സഹായ വാഗ്ദാനങ്ങളുമായി എത്തിയിട്ടുണ്ട്. അയൽ രാജ്യങ്ങളായ വെനസ്വേലയിലും അതുപോലെ തന്നെ ഇക്വഡോറിലും ഇതിൻ്റെ വലിയൊരു പ്രകമ്പനം അനുഭവപ്പെട്ടിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളും എത്തുന്നുണ്ട്. കൊളംബിയയിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള മൂന്നാമത്തെ ഒരു സിറ്റിയാണ് കാലി എന്ന് പറയുന്നത്. ഈ കാലിയിലാണ് ഏറ്റവും അധികം അപകടങ്ങളും അതുപോലെ തന്നെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുള്ളതെന്നാണ് ലിനിഷ അറിയപ്പെടുന്നത്.